ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയോൺ ടെക് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ തന്നെ സബ്സ്ക്രൈബ് ഐക്കൺ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യണം. അപ്പം ഞാനിവിടെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിവിടെ യൂട്യൂബ് ഹോം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നമ്മൾ മൊബൈലിൽ കാണുന്ന യൂട്യൂബിൽ നമുക്ക് ഓപ്പൺ ആയി വരുന്ന കാണാം. അപ്പോൾ നമ്മുടെ 3 ഡോട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡലുള്ള യൂട്യൂബ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ഐക്കൺ ഇവിടെ റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൂന്നാമതായി വരുന്ന യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ താഴേക്ക് നോക്കുമ്പോൾ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു PNG നമുക്കൊരു ഇമേജാണ് നമുക്കിവിടെ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ 150x150 പിക്സൽസാണ് വേണ്ടത്. അതുപോലെ തന്നെ 1 MB താഴെ വേണം. അതുപോലെ തന്നെ 2 കളറേ പാടുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഇമേജ് അയക്കണം, ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് അയക്കണം. അപ്പോൾ ഇത്രയും ആവശ്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോർ പോയതിനു ശേഷം ഡൗൺലോഡ് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങളൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നമുക്കൊരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്കിവിടെ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബിൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളിവിടെ ആഡ് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അത് നമുക്കിവിടെ ഇഷ്ടംപോലെ സബ്സ്ക്രൈബിൻ്റെ ഇമേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് വലുതാക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ സബ്സ്ക്രൈബിൻ്റെ ഐക്കൺ നമ്മളിവിടെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് സേവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് എടുക്കുക. അതിനുശേഷം ചൂസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മളവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ ഐക്കണോടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻഡ് ഓഫ് ദ വീഡിയോയിൽ മാത്രം കാണിച്ചാൽ മതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് ടൈം എന്ന് വെച്ചാൽ വീഡിയോ തുടങ്ങുമ്പോൾ മാത്രം കാണിക്കാം, അല്ലെങ്കിൽ എൻറ്റയർ വീഡിയോയിൽ മുഴുവൻ കാണിക്കാം. നിങ്ങളുടെ എല്ലാ വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻറ്റയർ വീഡിയോയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്കിവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ സെറ്റിംഗ്സ് സേവ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ ഐക്കൺ നമുക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ നമ്മുടെ വീഡിയോസിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത്ര പെട്ടെന്ന്
സബ്സ്ക്രൈബിൻ്റെ ബട്ടണൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ടേക്ക് കെയർ.